തിരുവാഭരണ ഘോഷയാത്ര സംഘം കോഴഞ്ചേരിക്ക് കുന്നുകയറി എത്തിയപ്പോൾ പാരമ്പര്യം തെറ്റിക്കാതെ വരവേൽപ്പ് നൽകി പുരാതന ക്രിസ്തീയ കുടുംബം. കോഴഞ്ചേരി കാവുംപടിക്കൽ ഭവനത്തിൽ തിരുവാഭരണ പേടകങ്ങൾ ഇറക്കിവെച്ച് സംഘം ആതിഥ്യം സ്വീകരിച്ചു. ആചാരപ്രകാരം ദക്ഷിണയും നൽകിയാണ് സംഘത്തെ യാത്രയാക്കിയത്. ശനിയാഴ്ച രാത്രി 7:15 തിരുവാഭരണ ഘോഷയാത്രാ സംഘം വീട്ടുപടിക്കലെത്തി. കുടുംബാംഗങ്ങൾ തയ്യാറാക്കിയിരുന്ന പ്രത്യേക പന്തലിൽ തിരുവാഭരണ പേടകവാഹക സംഘം പേടകങ്ങൾ ഇറക്കിവെച്ചു. തിരുവാഭരണ പേടകങ്ങൾ ദർശിക്കാൻ ഇവിടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവാഭരണ പേടകവാഹക സംഘത്തെ കുടുംബാംഗങ്ങൾ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. ഉണ്ണിയപ്പം, ചുക്കുകാപ്പി, പഴവർഗ്ഗങ്ങൾ എന്നിവ തിരുവാഭരണ പേടകവാഹക സംഘത്തിന് നൽകി. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഗൃഹനാഥൻ ജോജി കാവുംപടിക്കൽ പറഞ്ഞു. രാജകീയമായിട്ട് സ്വീകരിക്കത്തക്ക രീതിയിലുള്ള ഞങ്ങളുടെ സ്വീകരണം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊരു ക്രിസ്ത്യാനികളാണ്, എന്നാലും അയ്യപ്പന്റെ ജാതിയും മതവും ഒന്നുമില്ലല്ലോ, എല്ലാവരും ഒരു കണക്കാണ്. അപ്പൊ ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഈ ഘോഷയാത്ര ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഗുരുസ്വാമിയെ പൊന്നാടയിട്ട് കുടുംബാംഗം ആദരിച്ചു. മുണ്ടും ദക്ഷിണയും നൽകി. കാലിൽ തൊട്ട് അനുഗ്രഹവും വാങ്ങി. സ്വന്തം വീട്ടുമുറ്റത്ത് തിരുവാഭരണങ്ങൾ ഇറക്കിവെക്കുന്നതും ഭക്തർ അത് ദർശിക്കാൻ എത്തുന്നതും തങ്ങളുടെ പുണ്യമാണെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പിതാക്കന്മാരുടെ കാലം മുതൽ തുടർന്നു വരുന്ന ആചാരം തലമുറകൾ ഉള്ളിടത്തോളം കാലം തുടരും. അരമണിക്കൂർ ഈ ഭവനത്തിൽ വിശ്രമിച്ച ശേഷമാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനം ലക്ഷ്യമാക്കി തുടർന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.